ഹരി ഓം. ദശകം 68, ശ്ലോകം 7. കതിവിധാ കൃപാ കൃഷ്ണ കേപി സർവതോ ധൃതദയോദയാ കൃഷ്ണ കേചിദാശ്രിതേ കതിചിദീദൃശാ കൃഷ്ണ മാതൃശേഷ്വപീത്യഭിഹിതോ ഭവാൻ കൃഷ്ണ വല്ലഭീ ജനൈഃ. കതിവിധാ കൃപാ കതിവിധാ കൃപാ കേ അപി കേപി സർവതഃ സർവതോ കതിവിധാ കൃപാ കേപി സർവതോ ധൃതദയാ ഉദയാഃ ധൃതദയോദയാഃ ധൃതദയാ ഉദയാഃ ധൃതദയോദയാഃ കേചിത് ആശ്രിതേ കേചിദാശ്രിതേ ധൃതദയോദയാ കേചിദാശ്രിതേ കതിചിത് ഈദൃശാഃ കതിചിത് ഈദൃശാഃ കതിചിദീദൃശാ മാതൃശേഷു അപി ഇതി മാതൃശേഷ്വപീതി അഭിഹിതഃ ഭവാൻ അഭിഹിതോ ഭവാൻ വല്ലഭീ ജനൈഹി വല്ലഭീ ജനൈഹി. അപ്പം മൂന്നാമത്തെ വരി നാലാമത്തെ വരിയും കൂടെ ചേർത്തെടുക്കണം. കതിചിദീദൃശ മാതൃശേഷ്വപീത്യഭിഹിതോ ഭവാൻ വല്ലഭീ ജനൈഹി. കതിവിധാ കൃപാ കൃഷ്ണ കേപി സർവതോ ധൃതദയോദയാ കൃഷ്ണ കേചിദാശ്രിതേ കതിചിദീദൃശാ കൃഷ്ണ മാതൃശേഷ്വപീത്യഭിഹിതോ ഭവാൻ കൃഷ്ണ വല്ലഭീ ജനൈഃ. ശ്ലോകം 7 അന്വയവും അർത്ഥവും. അപ്പോൾ ഇതിനകത്ത് ഗോപികൾ ഭഗവാനോട് പരിഭവം പറയുകയാണ്. കൃപാ കതിവിധാഃ കേ അപി സർവതഃ ധൃതദയോദയാഃ കേചിത് ആശ്രിതേ ധൃതദയോദയാഃ കതിചിത് മാതൃശേഷു അപി ഈദൃശാഃ ഇതി വല്ലഭീജനൈഃ ഭവാൻ അഭിഹിതഃ. കൃപാ കതിവിധാഃ ദയ എത്ര പ്രകാരത്തിലുണ്ട്? ഭഗവാനോട് ചോദിക്കുകയാണ്, ദയ എത്ര പ്രകാരത്തിലുണ്ടെന്നറിയാമോ? കൃപ കതിവിധാഃ കേ അപി സർവതഃ ധൃതദയോദയാഃ കേ അപി ചിലർ എല്ലാവരിലും ദയുള്ളവരാണ്. എന്നുവെച്ചാൽ തന്നെ ആശ്രയിക്കുന്നവരെന്നോ അല്ലെന്നോ ഉള്ള ഭേദം കൂടാതെ തന്നെ ദയുള്ളവരാണ്. അതാണ് കേ അപി സർവതഃ ധൃതദയോദയാഃ എല്ലാവരോടും ദയുള്ളവരാണ്. കേചിത് ആശ്രിതേ ധൃതദയോദയാഃ ചിലർ തന്നെ ആശ്രയിച്ചവരിൽ മാത്രം ധൃതദയോദയാഃ ദയുള്ളവരാകുന്നു. കതിചിത് എന്നാൽ വേറെ ചിലർ മാതൃശേഷു അപി എല്ലാം ഉപേക്ഷിച്ച് തങ്ങളെ മാത്രം ശരണം പ്രാപിച്ചിട്ടുള്ള ഞങ്ങളെപ്പോലെ ഉള്ളവരിൽ പോലും ഈദൃശാഃ ഇങ്ങനെയുള്ളവർ ലവലേശം കരുണ കാണിക്കാത്തവരാകുന്നു. ഇതി വല്ലഭീ ജനൈഃ ഭവാൻ അഭിഹിതഃ എന്നിങ്ങനെ ഗോപികൾ നിന്തിരുവടിയോട് പരിഭവം പറഞ്ഞു. അപ്പോൾ ഈ ഗോപികൾ നിർമ്മിച്ചതായിട്ടുള്ള ആ കുങ്കുമം വരണ്ട ശോഭിക്കുന്ന ആ പട്ടുവിരിപ്പിൽ ഇരുന്നും കൊണ്ട് ആ ഗോപികൾ ഭഗവാനോട് ചോദിക്കുകയാണ്, ലോകത്തിൽ ദയ എത്ര തരത്തിലുണ്ട്? ചിലർ സർവ്വപ്രാണികളിലും ദയാലുക്കളായിട്ടും ചിലർ ആശ്രിതരിൽ മാത്രം കരുണയുള്ളവരായിട്ടും ചിലർ ഞങ്ങളെപ്പോലെയുള്ള ആശ്രിത ജനങ്ങളിൽ പോലും അങ്ങയെപ്പോലെ നിഷ്കരുണന്മാരായിട്ടും ഭവിക്കുന്നുവല്ലോ എന്ന്. കതിവിധാ കൃപാ കൃഷ്ണ കേപി സർവതോ ധൃതദയോദയാ കൃഷ്ണ കേചിദാശ്രിതേ കതിചിദീദൃശാ കൃഷ്ണ മാതൃശേഷ്വപീത്യഭിഹിതോ ഭവാൻ കൃഷ്ണ വല്ലഭീ ജനൈഃ.